വിവിധ സംഘടനകളിലെ നൂറുകണക്കിന് ആളുകൾ എയർ ഇന്ത്യക്കെതിരെയുള്ള പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ബാഗേജ് പരിധി 30 കിലോഗ്രാമിൽ നിന്ന് 20 കിലോഗ്രാമെ വെട്ടിക്കുറച്ച നടപടിയാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്തത്. ഇന്ത്യൻ മീഡിയ ഫോറം പ്രസിഡന്റ് എൽവിസ് ചുമാർ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ബാഗേജ് പരിധി വെട്ടിക്കുറച്ച എയർ ഇന്ത്യ നടപടി ഉടൻ പിൻവലിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സർക്കാരിനെതിരെയുള്ള ഒരു നീക്കമായി ഞാൻ കാണേണ്ടതില്ല. ഇത് സാധാരണക്കാരായ പ്രവാസികളുടെ ജീവൽ പ്രശ്നത്തെ സ്പർശിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു എന്ന് മാത്രമേ കരുതുന്നു. ഇതിന് രാഷ്ട്രീയമായ യാതൊരു ലക്ഷ്യവുമില്ല, അല്ലെങ്കിൽ മതപരമായ ലക്ഷ്യമില്ല. ആകെയുള്ളത് ഗൾഫ് മലയാളികൾ, ഗൾഫ് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികളെ ഏറ്റവും ബാധിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുടെ സർവീസുകളിലെ അപാകതകൾ പരിഹരിക്കാൻ വ്യോമയാന മന്ത്രാലയം നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. ഒരു ലഗേജ് പ്രശ്നം മാത്രമല്ല, പ്രവാസികളുടെ വിമാനങ്ങൾ അടിക്കടി റദ്ദു ചെയ്യുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറയുന്നത് പാവപ്പെട്ടവനെ സഹായിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന വിമാനമാണ്. ഇന്നത് പാവപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന വിമാനമായി മാറുന്നു. കരിപ്പൂർ എയർപോർട്ടിലെ കൺവെയർ ബെൽറ്റിന്റെ നീളം വർദ്ധിപ്പിക്കുക, എമിഗ്രേഷൻ വിഭാഗത്തിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങളടങ്ങിയ നിവേദനം കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിക്കാനും യോഗം തീരുമാനിച്ചു. റിപ്പോർട്ടർ, ദുബായ്.